+1 സ്പോർട്സ് കോട്ട അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അവസാനം വരെ കാണേണ്ട ഒരു വീഡിയോ ആണ്. വെൽക്കം ടു എഡ്യൂപോഡിറ്റ്സ് മീ നാഫി. +1 സ്പോർട്സ് കോട്ട എന്ന് മുതലാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണമെന്ന് എല്ലാ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാം. അപ്പോൾ ആദ്യം ഇതിന്റെ നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. അതായത് നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ വർഷത്തെ സ്പോർട്സ് കോട്ടയുടെ അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതായത് 2 ഘട്ടങ്ങളുണ്ടാവും. 2 സമയത്തായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് അപ്ലൈ ചെയ്യണം. ആദ്യ ഘട്ടത്തിൽ നിങ്ങൾക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ്, സബ് ജില്ല മുതലുള്ള അങ്ങോട്ടുള്ള സർട്ടിഫിക്കറ്റ് പറ്റും. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകൾ അവരുടെ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ ഓൺലൈനായിട്ട് എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ലിങ്ക് ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ പരിപാടി എന്താണ്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ മികവ് സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഓൺലൈനായിട്ട് എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ എന്ത് ചെയ്യും, അതത് ജില്ലാ സ്പോർട്സ് കൗൺസിലുള്ള ആളുകൾ വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് സ്കോർ കാർഡ് നൽകും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, അപ്പോൾ നിങ്ങൾ കോഴിക്കോട് ജില്ലയിലെ ആളാണെങ്കിലും മലപ്പുറം ജില്ലയിലെ ആളാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എന്ത് ചെയ്യുന്നു, ജില്ലാ സ്പോർട്സ് കൗൺസിലുള്ള അധികാരികൾ എന്ത് ചെയ്യും, വെരിഫിക്കേഷൻ നടത്തി ഒരു സ്കോർ കാർഡ് നിങ്ങൾക്ക് നൽകും. എന്നിട്ട് അതിനുശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, HSCAPന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്ന് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ നോർമൽ അലോട്ട്മെന്റ് പ്രോസസ്സ് നടത്തിയ പോലുള്ള പ്രോസസ്സാണ് നിങ്ങൾ നടത്തേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഓൺലൈനായിട്ട് എന്ത് ചെയ്യുക, പിന്നെ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതത് ജില്ല, അപ്പോൾ നിങ്ങൾ കോഴിക്കോട് ജില്ലയാണെങ്കിൽ കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ, മലപ്പുറം ജില്ലയാണെങ്കിൽ മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിൽ, തൃശ്ശൂർ ജില്ലയാണെങ്കിൽ തൃശ്ശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ, അതത് സ്പോർട്സ് കൗൺസിലുകൾ എന്ത് ചെയ്യുന്നു, അത് വെരിഫൈ ചെയ്തിട്ട് അതിനൊരു സ്കോർ കാർഡ് ആർക്ക് തരും, നിങ്ങൾക്ക് തരും. ആ സ്കോർ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് 2ാം ഘട്ട അലോട്ട്മെന്റ്. 2ാം ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താ, 2ാം ഘട്ട അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, HSCAPന്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ ഓൾറെഡി +1 അപ്ലൈ ചെയ്ത പോലെ തന്നെ HSCAPന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഒരു അപ്ലിക്കേഷൻ നമ്പർ, ഒരു പാസ്വേഡ് കിട്ടും. അത് വെച്ചിട്ടാണ് ബാക്കി പരിപാടിയൊക്കെ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഈ സ്പോർട്സ് കോട്ട, അതായത് നിങ്ങളിപ്പം ഏകജാലകത്തിൽ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, സ്പോർട്സ് കോട്ടയ്ക്ക് സെപ്പറേറ്റ് തന്നെ അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂൺ 9 മുതൽ ജൂൺ 17 വരെയാണ് ഈ ഒരു നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനും അതിൻ്റെ വെരിഫിക്കേഷനും അതിന് ബാക്കി ഇതിനൊക്കെയുള്ള സമയം എന്ന് മുതലാടാ ജൂൺ 9 മുതൽ ജൂൺ 17 വരെയാണ്. ഇനി ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, 2024 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയുള്ള ടൈം പീരീഡിനിടയിൽ നിങ്ങൾക്ക് കിട്ടിയ സബ് ജില്ല, ജില്ല, സംസ്ഥാനം, ദേശീയം, അന്താരാഷ്ട്രം, ഇന്റർനാഷണൽ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. 2024 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയുള്ള സമയപരിധിക്കുള്ളിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സബ് ജില്ല, ജില്ല, നാഷണൽ, സ്റ്റേറ്റ് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. അപ്പോൾ പ്രത്യേക ഡേറ്റ് ശ്രദ്ധിക്കുക, 2024 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയുള്ള സമയപരിധിക്കുള്ളിൽ നടന്നിട്ടുള്ള മത്സരങ്ങളുടെ സബ് ജില്ല ആയിക്കോട്ടെ, ജില്ല ആയിക്കോട്ടെ, സംസ്ഥാനമായിക്കോട്ടെ, പിന്നെ ദേശീയമായിക്കോട്ടെ, അതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നാഷണലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ, ഞാനൊരു ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സൈറ്റിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുക, പോവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ രജിസ്റ്റർ ഓൺലൈൻ എന്നുള്ള ഭാഗം എന്ത് ചെയ്യണം, ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഈ രജിസ്റ്റർ ഓൺലൈൻ എന്നുള്ള ശ്രദ്ധിക്കുക, ഞാൻ കമന്റ് ബോക്സിൽ ഇത് ഫസ്റ്റത്തെ പരിപാടി എന്താണ് ശ്രദ്ധിക്കണേ, നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എന്താ, ഓൺലൈനായിട്ട് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യാന്നാ. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം, അത് അന്തിമമായി സമർപ്പിക്കണം, എന്നിട്ട് അതിൻ്റെ പ്രിന്റ് ഔട്ട് എടുക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതാ ഞാൻ സൈറ്റിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സ് കൊടുക്കുന്നുണ്ട്, രജിസ്റ്റർ ഓൺലൈൻ കൊടുക്കുക. രജിസ്റ്റർ ഓൺലൈൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യാണ്ടാവും. ഇതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യട്ടോ. ഇതിൽ എന്തൊക്കെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ വരുന്നത്, നിങ്ങളുടെ സ്കീം SSLC ആണ്, പിന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, അതേപോലെ തന്നെ നിങ്ങളുടെ ഇയർ ഓഫ് പാസ്, മന്ത് ഓഫ് പാസ്, അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനത്തെ കാര്യങ്ങൾ, മൊബൈൽ നമ്പറൊക്കെ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ വിളിച്ചാൽ കിട്ടുന്ന മൊബൈൽ നമ്പർ ആവണം കൊടുക്കേണ്ടത്, മെസ്സേജും കോളും വരുന്ന മൊബൈൽ നമ്പർ തന്നെ കൊടുത്തു എന്നുള്ള കാര്യം ഉറപ്പുവരുത്താം. അത് ചെയ്തതിന് ശേഷമാണ് അടുത്തത്. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും, വീണ്ടും ആദ്യത്തെ ഫോമാണിത്, ഇത് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, മറ്റൊരു ഫോം ഫില്ല് ചെയ്യാൻ വരും. അപ്പോൾ ശ്രദ്ധിക്കണേ, ഞാൻ കമന്റ് ബോക്സിൽ നിന്ന് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ രജിസ്റ്റർ ഓൺലൈൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഫോം കിട്ടും. ആ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുന്നു. വീണ്ടും നിങ്ങൾക്ക് മറ്റൊരു ഫോം കിട്ടും. അതിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ജില്ല, കാര്യങ്ങളൊക്കെ വീണ്ടും എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിൽ കൊടുക്കട്ടോ. അതായത് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ് അല്ലേ, അതായത് നിങ്ങൾ ഏത് വിഭാഗമാണ്, ഏത് ഇനമാണ്, ഏത് മാസമാണ്, ഏത് വർഷമാണ്, എത്രാം സ്ഥാനമാണ് കിട്ടിയത്, റെക്കോർഡ് ഉണ്ടോ, ഇവിടെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും ശ്രദ്ധിക്കണേ, 2024
ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 നിങ്ങൾക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റ്, അതായത് സബ് ജില്ല, ജില്ല, പിന്നെ സംസ്ഥാനം, അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ ശ്രദ്ധിക്കണേ, നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ കായിക നേട്ടം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓപ്ഷൻ വരും. അതേപോലെ നിങ്ങളുടെ വിഭാഗം ഏതാണ്, അണ്ടർ 70, ജൂനിയർ, സീനിയർ, അങ്ങനത്തെ ഉണ്ടാവുമല്ലോ. ഇനം ഏത് ഐറ്റമാണ്, പിന്നെ സ്പ്രിന്റിംഗ് ആണോ അല്ലെങ്കിൽ പിന്നെ എന്താണ് അത് കൊടുക്കുക, ഏത് മാസമാണ്, ഏത് വർഷമാണ്, എത്രാം സ്ഥാനമാണ് കിട്ടിയത്, ആ സർട്ടിഫിക്കറ്റ് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്തു അടിക്കുന്നു. എത്ര സർട്ടിഫിക്കറ്റുകൾ ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, 1 by 1 ആയിട്ട് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഫൈനൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്തു, അതിനുശേഷം നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ആഡ് മോർ കൊടുക്കുന്നു, അപ്പോൾ അടുത്ത സർട്ടിഫിക്കറ്റ് വരും. വീണ്ടും നിങ്ങൾ ആഡ് മോർ കൊടുക്കുന്നു, അപ്പോൾ അടുത്ത സർട്ടിഫിക്കറ്റ് വരും. അങ്ങനെ ആഡ് മോർ കൊടുത്താണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇതിലേക്ക് സെറ്റാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, അതത് പിന്നെ നിങ്ങൾ ഇത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, അതത് നിങ്ങൾ ഏത് ജില്ലയിലാണോ ആ ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ നിന്നുള്ള ആളുകൾ നിങ്ങൾക്ക് ഒരു മാർക്ക് തരും, ഒരു സ്കോർ കാർഡ് തരും. ആ സ്കോർ കാർഡ് വെച്ചിട്ടാണ് നിങ്ങൾ രണ്ടാമതായിട്ട് എന്തിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, HS CAP വഴി അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ വെബ്സൈറ്റ്, അതായത് ഞാൻ ഫസ്റ്റ് ഒരു ലിങ്ക് തന്നിട്ടുണ്ട്, ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ആദ്യം ഒരു ഫോം ഫില്ല് ചെയ്യുന്നു, പിന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പിന്നെ നിങ്ങൾക്ക് കിട്ടിയ സ്പോർട്സ് അച്ചീവ്മെന്റ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഫില്ല് ചെയ്യുന്നു. അത് ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫൈനൽ സബ്മിഷൻ കൊടുത്തതിന് ശേഷം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതായത് എല്ലാം കറക്റ്റ് ആയിട്ട് കൊടുത്തോളൂ. അതെല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എന്ത് കൊടുക്കാൻ പാടുള്ളൂ, ഫൈനൽ സബ്മിഷൻ കൊടുക്കാൻ പാടുള്ളൂ. എല്ലാം നിങ്ങൾ പിന്നെ ചെക്ക് ചെയ്ത ശേഷം ഫൈനൽ സബ്മിഷൻ കൊടുക്കുക. ഫൈനൽ സബ്മിഷൻ കൊടുക്കുമ്പോൾ എല്ലാം സെറ്റ് ആക്കിയിരിക്കും. നിങ്ങൾ ഫൈനൽ സബ്മിഷൻ കൊടുത്തതിന് ശേഷം അത് പ്രിന്റ് എടുക്കുക. പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നിങ്ങളുടെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ കേട്ടോ. അപ്പോൾ ജില്ലാ സ്പോർട്സ് കൗൺസിലിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സൈറ്റിൽ തന്നെ അവിടെ എന്തുണ്ട്, ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിൽ കോൺടാക്ട് നമ്പേഴ്സ് ഉണ്ട്. അവരെ വിളിച്ചിട്ട് ബാക്കി നിങ്ങൾ അവരോട് ചോദിച്ചാൽ മതി, നിങ്ങൾ അവിടെ ഓഫീസിൽ എപ്പോഴാണ് കൊടുക്കേണ്ടത്, കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത് ഓൺലൈനായി സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതത് ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിലിലേക്ക് വിളിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്രിൻ്റ് ഔട്ടിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കുക. അപ്പോൾ അവർ നിങ്ങൾക്ക് ഒരു സ്കോർ കാർഡും കാര്യങ്ങളും തരും. അതിനുശേഷമാണ് നിങ്ങൾ HS CAPൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഒരു മാർക്ക് വെച്ചിട്ട് നിങ്ങൾ സ്പോർട്സ് കോട്ടയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 2 അപ്ലിക്കേഷൻ പ്രോസസ്സ് ഉണ്ട്. ഒന്നാമത്തെ പ്രോസസ്സ് ആണെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഇതാണ് ഒന്നാമത്തെ പ്രോസസ്സ് കേട്ടോ. ഒന്നാമത് ഞാൻ കമന്റ് ബോക്സിൽ ലിങ്ക് തന്നിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് എത്താൻ പറ്റും. രജിസ്റ്റർ ഓൺലൈൻ കൊടുക്കുന്നു, ഈ കാര്യങ്ങൾ ഫില്ല് ചെയ്യുന്നു, ദെൻ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സാധനങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തതിന് ശേഷം ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് നിങ്ങളുടെ സ്പോർട്സ് കൗൺസിലിൻ്റെ അടുത്തേക്ക് പോകണം. അത് നിങ്ങൾ വിളിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ ഏത് ജില്ലയാണോ ആ ജില്ലയിലെ സ്പോർട്സ് കൗൺസിൽ ഒന്ന് എന്ത് ചെയ്യും, ഒന്ന് വിളിച്ചാൽ അവർ കാര്യങ്ങൾ എന്ത് ചെയ്യും, സെറ്റാക്കി തരും. എന്നിട്ട് ആ സ്കോർ കാർഡ് കിട്ടിയ ശേഷം നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം, HS CAP നിങ്ങൾ +1 അലോട്ട്മെന്റ് അപ്ലൈ ചെയ്ത HS CAPൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. HS CAPൻ്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ സ്പോർട്സ് കോട്ട എഴുതാം. അലോട്ട്മെന്റ് ഡേറ്റുകളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അതായത് 22-ാം തീയതി ഒന്നാമത്തെ അലോട്ട്മെന്റ് വരും, പിന്നെ 29-ാം തീയതി അവസാനിക്കുന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാക്കുക. 18-ാം തീയതിക്കുള്ളൂ കേട്ടോ. ശ്രദ്ധിക്കണേ, നിങ്ങൾ ഈ 2 പ്രോസസ്സും, അതായത് നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയും പിന്നെ HS CAPൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ടുള്ള അപ്ലിക്കേഷൻ പ്രോസസ്സൊക്കെ എന്തിനു മുന്നേ തീർക്കണം, ജൂൺ 18-ന് മുന്നേ തീർക്കണം എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ സ്പോർട്സ് കോട്ടയുടെ കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊന്ന് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തന്ന ലിങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ഓൺലൈൻ കൊടുത്ത് നിങ്ങൾ ആദ്യം ഡീറ്റെയിൽസ് അടിക്കുന്നു. അതിനുശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം അതിന് പ്രിന്റ് ഔട്ട് എടുക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിൽ, നിങ്ങൾ ഏത് ജില്ലയാണോ ആ ജില്ലയിലെ സ്പോർട്സ് കൗൺസിൽ ഒന്ന് വിളിച്ചു നോക്കിയിട്ട് സ്കോർ കാർഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി, ചിലപ്പോൾ അവർ നേരിട്ട് വരാൻ പറയും. അപ്പോൾ അതൊക്കെ വന്നിട്ട് പിന്നെ സ്കോർ കാർഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, HS CAPൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് വീണ്ടും എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇസ്മി നാഫി സൈനിങ് ഓഫ്. ബൈ.